കോടീശ്വരനായ സ്റ്റാൻലി ജോസഫിന്റെ സ്വന്തം മകളാണ് അലീന എന്ന സത്യം കമല തിരിച്ചറിയും. അതോടുകൂടെ തന്നെ വൈജയന്തിയെ തകർക്കാനും തന്റെ മകന്റെ ജീവിതം ഒരു കോടീശ്വരിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും കമല ഏതായാലും അലീനയുടെയും മനുവിന്റെയും കല്യാണത്തിന് സമ്മതം മൂളുന്നുണ്ട്. വൈജയന്തിയെ തകർക്കണമെന്ന് ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അപ്പോൾ കമലത്തിനുള്ളത്. അലീനയെ പെണ്ണ് ചോദിച്ച് സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലേക്ക് എത്തിയ മനുവിനെ സ്റ്റാൻലി അവിടെ നിന്നും ആട്ടിപ്പായിക്കുന്ന ഒരു അടിപൊളി രംഗമൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ വൈജയന്തിയോട് യാത്ര പറഞ്ഞതിന് ശേഷം അലീന നേരെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് വന്നു. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നിനക്ക് ഏതായാലും നല്ല സേഫ് ആയിട്ടുള്ള ഷെൽട്ടർ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നാളെ തന്നെ നമുക്ക് ഇവിടെ നിന്നും പടിയിറങ്ങണമെന്ന് പറയും. അങ്ങനെ ജോലിക്കാരിയായിട്ടല്ല നീ ആ വീട്ടിലേക്ക് പോകുന്നത്, അവിടുത്തെ അവകാശമായിട്ടാ, അവിടുത്തെ ഒരു മകളായിട്ട് തന്നെയാണെന്ന് പറയാണ്. അത് കേട്ടപ്പോൾ അലീനയുടെ കണ്ണുകൾ വിടർന്നു. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതേ മോളെ, നീ പോകുന്നത് നിന്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണ്. സ്റ്റാൻലി ജോസഫ്, വൈജയന്തിയുടെ പഴയ കാമുകൻ, ഒരു പട്ടാളക്കാരനാണെന്ന് നിനക്കറിയാമല്ലോ. ഞാൻ അയാളെ പോയി കണ്ടിരുന്നു. തനിക്കൊരു മകൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ആദ്യം അത് വിശ്വസിച്ചില്ല. പക്ഷേ 22 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ചോര ഈ ഭൂമിയിൽ അനാഥയായി ജീവിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഏതൊരച്ഛൻ്റെയും ഹൃദയം അങ്ങ് പൊട്ടുമല്ലോ. അയാൾ നിന്നെ ഏറ്റെടുക്കാൻ തയ്യാറാണ് മോളെ. നാളെ നീ പോകുന്നത് നിന്റെ അച്ഛൻ്റെ കൂടെയായിരിക്കും. അലീന അവിടെ തന്നെ അങ്ങ് തറഞ്ഞു നിന്നു പോയി. കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ധാരധാരായി ഒഴുകി. ഇത്രയും കാലം താൻ ഒരു അനാഥയാണെന്ന് കരുതി ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ജീവിച്ചു. ഇപ്പോൾ ഇതാ സ്വന്തം അച്ഛൻ അവളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്നു. നീ ഇവിടെ നിന്ന് പോകുമ്പോൾ നിനക്ക് സങ്കടം കാണും, എല്ലാവരെയും വിട്ടുപോകുന്നതിൻ്റെ വിഷമം കാണും. പക്ഷേ ഈ അച്ഛൻ നിന്നെ കൈയൊഴുകിയാണെന്ന് നീ ഒരിക്കലും കരുതരുത് മോളെ. നിനക്ക് എന്ത് സങ്കടം വന്നാലും നീ എൻ്റെ അടുത്തേക്ക് തന്നെ ഓടി വരണം. യാത്ര ചോദിക്കാനായി അവൾ മനുവിൻ്റെ അടുത്തേക്ക് ചെന്ന സമയത്തിന് മനുവിൻ്റെ കണ്ണുകളൊക്കെ ചുവന്നിരുന്നു. അവൻ അവളെ നോക്കുമ്പോൾ പോലും കഴിയാതെ ആകെ മുഖം വെട്ടിച്ച് നിന്നു. ഞാൻ ഒരു അനാഥയാണെന്ന് അറിഞ്ഞിട്ടും എന്നെ സ്നേഹിച്ച് ഇവിടെ കൊണ്ടുവന്നതല്ലേ മനുവേട്ടൻ? ഞാൻ ആരാണെന്ന് അറിയുന്നതിന് മുൻപേ എന്നെ ഒരുപാട് സ്നേഹിച്ച ആളാ മനുവേട്ടൻ. എവിടെ പോയാലും എൻ്റെ ഉള്ളിൽ എന്നും ഈ മനുവേട്ടൻ ഉണ്ടാവും. അലീനയുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. എവിടെ പോയാലും നിന്റെ ഉള്ളിൽ ഞാൻ ഉണ്ടായാൽ മാത്രം പോരാ, എന്നെ നീ വിളിക്കണം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ എന്നെ അറിയിക്കണം. മനു അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്തായാലും ഉണ്ടാവും മനുവേട്ട, ഞാൻ പോവട്ടെ. അവൾ പതുക്കെ നടന്നു നീങ്ങുമ്പോൾ മനുവിൻ്റെ ചങ്ക് പിടയുന്നുണ്ടായിരുന്നു. തനിക്ക് അവളെ എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്ന ഭയം അവനെ വല്ലാതെ വേട്ടയാടി. ആ യാത്രയപ്പിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് കമലയും വൈജയന്തിയുമായിരുന്നു. ശല്യം ഒഴിഞ്ഞു പോയല്ലോ എന്ന ആശ്വാസമായിരുന്നു അവർക്ക്. ഇതേസമയം കുളത്തുപുഴയിലെ വലിയ എസ്റ്റേറ്റിന് നടുവിലുള്ള ആ ഒരു കൂട്ടൻ ബംഗ്ലാവിലേക്ക് അലീന എത്തിയപ്പോൾ അത് അവൾക്ക് തീർത്തും അപരിചിതമായൊരു ലോകമായിരുന്നു. സ്റ്റാൻലി ജോസഫ് എന്ന പട്ടാളക്കാരൻ്റെ ചിട്ടാവട്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ അവൾ പാടുപെട്ടു. എന്നാൽ അലീനയുടെ വരവോടുകൂടി ആ വീടിൻ്റെ അന്തരീക്ഷം ആകെങ്ങ് മാറി മറിഞ്ഞു. എപ്പോഴും ഗൗരവത്തിൽ മാത്രം കണ്ടിരുന്ന സ്റ്റാൻലിയുടെ മുഖത്ത് ഒരച്ഛൻ്റെ വാത്സല്യം നിറഞ്ഞു നിന്നു. ഔതുകുട്ടിച്ചായനും അലീനയെ വലിയ കാര്യമായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ രോഹിത്തിനെയും കൂട്ടി അലീനയെ കാണാൻ വേണ്ടി സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലേക്ക് വന്നു. സ്റ്റാൻലിക്ക് അതൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. എന്താ പപ്പ ഇത്? ഇത്രയും കാലം ഞാൻ ആ വീട്ടിലല്ലായിരുന്നോ ജീവിച്ചത്? ആ വന്നത് എന്നെ മകളെ പോലെ സ്നേഹിച്ച എൻ്റെ അച്ഛനാണ്. കൂടെ വന്നത് എൻ്റെ അനിയനും. അവരെ കാണാൻ എനിക്ക് അവകാശമില്ലേ? അലീന ദേഷ്യത്തോടെ ചോദിച്ചു. സ്റ്റാൻലി അവളോട് ഒന്നും പറയാതെ മുഖം തിരിച്ച് തോട്ടത്തിലേക്ക് നടന്നു. അലീന രോഹിത്തിനങ്ങ് കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നിടത്തിനെ ബാലചന്ദ്രൻ അവളോട് സൂചിപ്പിച്ചു. രോഹിത്തിന് കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന്. 2 ദിവസം കഴിഞ്ഞാണ് രോഹിത് മടങ്ങിപ്പോയത്. പാലായിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരായി അലീനയെ കാണാൻ വരുന്നത് സ്റ്റാൻലിയെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. അലീനക്ക് ഫോണിലേക്ക് എപ്പോഴും മനുവിൻ്റെ കോള് വന്നുകൊണ്ടിരുന്നു. ഒരിക്കൽ അലീന അടുക്കളയിലായിരുന്നപ്പോൾ ഫോൺ അടിച്ചു. സ്ക്രീനിൽ മനു എന്ന് പേര് കണ്ടപ്പോൾ തന്നെ സ്റ്റാൻലിയുടെ നെറ്റി ചുളിഞ്ഞു. ആരായി മനു? ഇനി വൈജയന്തിയുടെ ബന്ധു വല്ലതുമാണോ? അയാൾ ഫോണെടുത്ത് അടുക്കളയിലേക്ക് നടന്നു. ആരായി മനുവേട്ടൻ? കുറേ സമയമാണല്ലോ വിളിക്കുന്നത് എന്ന് സ്റ്റാൻലി സംശയത്തോടെ അലീനയോട് ചോദിക്കാണ്. അലീന ഒന്നും മിണ്ടിയില്ല. അലീന നാണത്തോടു കൂടി ആ ഫോൺ വാങ്ങി. അത് പാലായിലുള്ളതാ, ഗംഗേട്ടൻ്റെ അനിയൻ ശിവേട്ടൻ്റെ മകനാണത്. ഓ, അപ്പം നിന്റെ മുറച്ചെറുക്കനാണല്ലേ? സ്റ്റാൻലി കടുത്ത സ്വരത്തിൽ തന്നെ ചോദിച്ചു. അതിനൊരു പരിഹാസമുണ്ടായിരുന്നു. അല്ല, ഇവൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് നിന്നെ എങ്ങനെ വിളിക്കുന്നത്? അതെന്ത് ചോദ്യാ പപ്പ? ഞാൻ ആരാണെന്ന് പോലും അറിയാതെ ഒരു അനാഥയാണെന്ന് കരുതിയിട്ട് പോലും എന്നെ ഒരുപാടധികം സ്നേഹിച്ച വ്യക്തിയാണ് മനുവേട്ടൻ. ആ വീട്ടിൽ പലവിധ പ്രശ്നങ്ങളുണ്ടായപ്പോഴും എന്നെ ചേർത്ത് പിടിച്ചതും ഞാൻ തെറ്റുകാരിയല്ല എന്ന് എല്ലാവർക്കും മുന്നിൽ ബോധ്യപ്പെടുത്തിയതെല്ലാം തന്നെ മനുവേട്ടനാണ്. ആ സ്നേഹം എപ്പോഴും എനിക്ക് അദ്ദേഹത്തിനോടുണ്ട്. അതെന്താ, നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടോ? സ്റ്റാൻലി കടുപ്പിച്ചങ്ങ് ചോദിച്ചു. അലീന മറുപടി പറയാതെ അപ്പുറത്തേക്ക് മാറി നിന്ന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ മനുവിനോട് സംസാരിക്കുന്നതെല്ലാം തന്നെ സ്റ്റാൻലി ജോസഫ് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ചിരിയും സംസാരവും എല്ലാം കണ്ടപ്പോൾ അയാൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി. എന്തൊക്കെ സംഭവിച്ചാലും ആ ചതിയന്മാരുടെ കുടുംബത്തിലേക്ക് എൻ്റെ മകളെ ഞാൻ പറഞ്ഞു വിടില്ല. വഞ്ചന മാത്രം അറിയുന്നവരാ അവരെല്ലാവരും എന്ന് സ്റ്റാൻലി ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു. അതിനുശേഷം പലപ്പോഴും മനു വിളിക്കുന്ന സമയത്തിന് ഫോൺ എടുക്കാൻ സ്റ്റാൻലി അലീനയെ അനുവദിച്ചിരുന്നില്ല.
അലീനയെ കിട്ടാതായപ്പോൾ മനുവിന് വല്ലാതെ ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥയിലായിരുന്നു. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് നേരിൽ കാണണം. അവളുടെ അച്ഛൻ്റെ വീട് കുളത്തുപുഴയിലാണെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ നേരെ ബാലചന്ദ്രനെ വിളിച്ചു. അങ്കിളെ, എനിക്ക് അവളെ കാണണം, എനിക്ക് അലീനയെ കാണണം. അലീനയില്ലാതെ എനിക്ക് പറ്റില്ല. അവളുടെ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരാമോ? മനു, അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അവളുടെ പപ്പയുടെ സ്വഭാവം നിനക്കറിയാഞ്ഞിട്ടാ. എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ലെങ്കിലേ 2-3 ദിവസമായി അവൾ കോൾ പോലും എടുക്കുന്നില്ല. ഞാൻ അവിടെ ചെന്ന് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. ഒരു ബ്രദർ എന്ന നിലയിൽ ഞാൻ അവളെ ചെന്നിട്ട് പെട്ടെന്ന് എന്നെ കണ്ടിങ്ങോട്ടേക്ക് തിരിച്ചു പോന്നോളാം. അങ്ങനെ ബാലചന്ദ്രൻ വഴിയെല്ലാം പറഞ്ഞു കൊടുത്തു. പിറ്റേന്ന് രാവിലെ തന്നെ മനു കുളത്തുപുഴയിലേക്ക് തിരിച്ചു. അങ്ങനെ ഇറങ്ങാൻ നേരെ കമല അവനെ ശകാരിച്ചു. ആ വേലക്കാരുടെ പുറകെ പോവാൻ നിനക്ക് എന്താണ് നാണമുണ്ടോടാ? അവൾ വീട്ടുവേലക്കാരിയല്ലേ? അമ്മേ, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാൻ അലീന എന്ന് മുഖത്തടിച്ചതുപോലെ മറുപടി പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത് അവിടെ നിന്നും പോന്നു. ഇതേ സമയം കുളത്തുപുഴയിലെ എസ്റ്റേറ്റിൽ മനുവിന്റെ കാറ് വന്നു നിന്നു. വണ്ടിയുടെ ശബ്ദം കേട്ട് അലീനയും ഔദിക്കുട്ടിച്ചായനും എല്ലാം തന്നെ പുറത്തേക്ക് വന്നു. കാറിൽ നിന്നിറങ്ങുന്ന മനുവിനെ കണ്ടപ്പോൾ അലീനയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അവൾ ഓടിച്ചെന്ന് അവൻ്റെ അരികിലേക്ക് നിൽക്കണേ. മനുവേട്ടൻ പിണക്കത്തിലാണെന്ന് എനിക്കറിയാം. 2 ദിവസമായി വിളിച്ചാൽ പോലും കിട്ടുന്നില്ലല്ലോ. ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റാ, അവൾ ചിണുങ്ങിക്കൊണ്ട് തന്നെ പറഞ്ഞു. ആ വലിയ തോട്ടം മുതലാളിയുടെ മകളല്ലേ, എന്നിട്ടിപ്പോൾ കംപ്ലൈൻറ്റ് ശരിയാക്കാനൊന്നും നിനക്ക് പറ്റില്ലേ എന്ന് മനുവിൻ്റെ പരിഭവം ആ വാക്കുകളിലുണ്ടായിരുന്നു. ഔദുക്കുട്ടിച്ചായന് ഈ വിവരം ഒട്ടും തന്നെ രസിച്ചില്ല. പാലായിൽ നിന്നാണെന്ന് കേട്ടപ്പോൾ അയാൾ മുഖം കറുപ്പിച്ച് അകത്തേക്കങ്ങ് കയറിപ്പോയി. നേരെ സ്റ്റാൻഡിയെ വിളിച്ച് വിവരം പറഞ്ഞു. അലീന മനുവിനെയും കൂട്ടി അകത്തേക്ക് നടക്കുകയാണ്. ചുറ്റും നോക്കി മനു പറഞ്ഞു, ഹാ, കൊള്ളാമല്ലോ. ഇതാണ് അലീനയുടെ കൊട്ടാരമല്ലേ? നിന്റെ പപ്പ സാധാരണ ഒരു മനുഷ്യനൊന്നുമല്ല കേട്ടോ. എനിക്ക് ഈ കൊട്ടാരത്തിലൊന്നും വലിയ താമസിക്കുന്നൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല മനുവേട്ടാ. എന്നെ അംഗീകരിക്കുന്ന ഒരച്ഛനും അമ്മയും മാത്രം മതിയായിരുന്നു എനിക്ക്. ആ വാക്കുകളിൽ വൈജയന്തിയോടുള്ള സങ്കടമെല്ലാം തന്നെ ഒളിഞ്ഞിരിക്കുന്നു എന്ന് മനുവിന് മനസ്സിലായി. പെട്ടെന്നാണ് മുറ്റത്തേക്ക് സ്റ്റാൻലിയുടെ ജീപ്പ് വന്ന് നിന്നത്. മനു പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. സ്റ്റാൻലി രൂക്ഷമായിട്ട് മനുവിനെ നോക്കി. ആരാ ഇത്? സ്റ്റാൻലി ഗൗരവത്തിൽ ചോദിച്ചു. ഇത് പപ്പ, ഇത് മനുവേട്ടനാണ്. പാലായിൽ നിന്ന് എന്നെ കാണാൻ വന്നതാണ് എന്ന് അലീന പതുക്കെ പറഞ്ഞു. ഓ, മനസ്സിലായി. എന്തായാലും പോവാനിറങ്ങിയതല്ലേ, സമയം കളയണ്ട, പെട്ടെന്ന് പോയിക്കോളൂ. സ്റ്റാൻലി മുഖത്തു നോക്കി തന്നെ പറഞ്ഞു. ആ അപമാനം മനുവിൻ്റെ നെഞ്ചിലേറ്റു. അവൻ അലീനെ ഒന്നുകൂടി നോക്കിയിട്ട് വണ്ടിയിലേക്ക് കയറി. അവൻ എന്നേക്കുമായി തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ചിന്ത അവനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. തിരികെ വീട്ടിലേക്ക് എത്തിയ മനുവിനോട് ബാലചന്ദ്രൻ ചോദിച്ചു. മനു, നിന്റെ തീരുമാനം എന്താ? നീ അവളെ എങ്ങനെ വിവാഹം കഴിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അതെ അങ്ങളെ, അവളെ തന്നെ ഞാൻ വിവാഹം കഴിക്കുള്ളൂ. അവളല്ലാതെ മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിലൊന്നും ഞാൻ താലി കെട്ടില്ല. അതിനെനിക്ക് പറ്റില്ല. അതെൻ്റെ വാശിയാണ്. ബാലചന്ദ്രൻ നേരെ കുളത്തുപുഴയിലേക്ക് പോയി സ്റ്റാൻലിയെ കണ്ട് മനുവിൻ്റെ കാര്യം അവതരിപ്പിച്ചു. എന്നാൽ സ്റ്റാൻലി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. മിസ്റ്റർ ബാലചന്ദ്രൻ, എൻ്റെ മകളെ ആരെ കൊണ്ട് കെട്ടിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ആ കൊല്ലപ്പള്ളിക്കാരുടെ കാര്യം പറഞ്ഞ് ഇനി ഇങ്ങോട്ടേക്ക് വരരുത്. അവിടുത്തെ ഒരുത്തിനെയും ഞാൻ വിശ്വസിക്കില്ല. അവൾക്ക് അവനോട് വല്ല ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ അതങ്ങ് മണ്ണിട്ട് മൂടാൻ പറഞ്ഞേക്ക്. ഈ വിവരം ബാലചന്ദ്രൻ മനുവിനെ അറിയിച്ചില്ല. പകരം അവനോട് അലീനയെ മറക്കാൻ പറഞ്ഞു. എന്നാൽ അലീന അവളുടെ പപ്പയുമായി തർക്കിക്കുന്നുണ്ടായിരുന്നു. എനിക്കാരെയും വിവാഹം കഴിക്കേണ്ട പപ്പ. നിങ്ങൾ ഈ പറയുന്ന ആളെ കെട്ടാൻ എനിക്കൊട്ടും തന്നെ താല്പര്യവുമില്ല. സ്റ്റാൻലിയുടെ തീരുമാനം ഇങ്ങനെയൊക്കെയാണ് എന്നറിഞ്ഞ് മനുവിനങ്ങ് പിടിച്ചു നിൽക്കാനായില്ല. അവൻ അവളെ തന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അങ്ങനെ കുളത്തുപുഴയിലേക്ക് വണ്ടിയെടുത്തു. കാറ് മുറ്റത്ത് നിർത്തിയപ്പോഴേക്കും ഭീകരമായ 2 നായ്ക്കളങ്ങ് ഗർജിച്ചുകൊണ്ട് തന്നെ അവൻ്റെ നേർക്കങ്ങ് കുതിച്ചു ചാടി. മാറി നിൽക്കട അവിടെ, അലീനെ ഉച്ചത്തിൽ ശബ്ദത്തിൽ തന്നെ അവിടെ അങ്ങ് പറഞ്ഞു. അത് കേട്ട് നായ്ക്കൾ പെട്ടെന്ന് തന്നെ നിന്നു. അവൾ ഓടി വന്ന് അവനെ അങ്ങ് ശാന്തരാക്കി. മനുവേട്ടൻ ഇങ്ങോട്ടേക്ക് കയറി പോരോ. ഇവരെയൊന്നും പേടിക്കണ്ട, അവൾ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. മുറിയിൽ കസയിലിരുന്ന് കൊണ്ട് തന്നെ അവർ സംസാരിക്കാൻ തുടങ്ങി. അലീനയുടെ കാലിന് ചെറിയൊരു സുഖമില്ലായ്മ ഉണ്ടായിരുന്നു. എന്നോടൊന്നും സൂചിപ്പിക്കാതെ ഓർക്കാപ്പുറത്തൊരു വരവ്. എന്തായാലും പപ്പയോട് സംസാരിച്ച് എല്ലാം ശരിയാക്കാമെന്ന് കരുതിയതല്ലേ. പപ്പ അതിനൊന്നും സമ്മതിക്കില്ല മനുവേട്ടാ, അലീന സങ്കടത്തോടെ പറഞ്ഞു. നിന്റെ പപ്പ സമ്മതിക്കണം, അത്രയല്ലേ ഉള്ളൂ. എത്ര കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ് അലീന. എനിക്ക് ഈ ജീവിതത്തിൽ മറ്റൊരു പെണ്ണുണ്ടാവില്ല എന്നും പറഞ്ഞ് മനു അവളുടെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. പെട്ടെന്നിന് വാതിൽക്കൽ ഒരു ഗർജനം കേട്ടു. സ്റ്റാൻലി ജോസഫ്. ആരോട് ചോദിച്ചിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വീടിനകത്തേക്ക് കയറി വന്നത്? സ്റ്റാൻലിയുടെ കണ്ണുകളിൽ തീ പാറുന്നുണ്ടായിരുന്നു. പപ്പ, ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇത് മനുവേട്ടനല്ലേ? അലീന തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എടി, നീ ഒരക്ഷരം മിണ്ടിപ്പോവരുത്. നിന്നെ ആരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. ഇറങ്ങിപ്പോടാ പുറത്ത്. സ്റ്റാൻലി മനുവിൻ്റെ കൈകളിൽ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് മുറ്റത്തേക്ക് അങ്ങ് തള്ളിയിട്ടു. നിന്റെ ശമ്പളമൊന്നും അവൾക്ക് അനാഥാലയങ്ങൾക്ക് കൊടുക്കാൻ പോലും തികയില്ലടാ. തൽക്കാലം നീ അവളെ അങ്ങ് മാറ്റി മറന്നേക്ക്. അവൾക്ക് പുതിയൊരു പയ്യനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റാൻലി പുച്ഛിച്ചു തള്ളി. കരഞ്ഞുകൊണ്ട് മനു അവിടെ നിന്ന് പോയത് വഴിയരികിൽ നിന്ന് വണ്ടി നിർത്തിക്കൊണ്ട് തന്നെ അവൻ പൊട്ടിക്കരയാണ്. അലീനയുടെ ഫോൺ അവൻ സ്റ്റാൻലിങ് പിടിച്ചു വെച്ചിരുന്നു. അവൾക്ക് അവനെ വിളിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. പിറ്റേന്ന് രാവിലെ തന്നെ മനു വീട് കുളത്തുപുഴയിലെത്തി. ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അലീനയും പപ്പയും വീട്ടിലില്ല.
കാവൽക്കാരൻ ആൻഡപ്പൻ പറഞ്ഞിട്ടും അവൻ അവിടെ തന്നെ കാത്തുനിന്നു. പകൽ മുഴുവൻ വെള്ളം പോലും കുടിക്കാതെ അലീനയ്ക്ക് വേണ്ടി ആ ഗേറ്റിന് മുന്നിൽ രാത്രി വരെ 10 മണിയാകുമ്പോഴേക്കും അവിടെ തന്നെ ഇങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു മനു. അങ്ങനെ രാത്രി 10 മണിയായപ്പോൾ സ്റ്റാൻലിയും അലീനയും വീട്ടിലേക്ക് തിരിച്ചെത്തി. ക്ഷീണിച്ച് തളർന്ന മനുവിനെ കണ്ട് അലീനയുടെ നെഞ്ചങ്ങ് തകർന്നുപോയി. സ്റ്റാൻലി ദേഷ്യത്തോടു കൂടി അവൻ്റെ അടുത്തേക്ക് ചെന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലടാ നീ ഇനി ഇങ്ങോട്ടേക്ക് വരരുതേ എന്ന്. നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? എനിക്ക് ഞാൻ സ്നേഹിച്ച പെണ്ണിനെ വേണമെങ്കിൽ. നിങ്ങളെപ്പോലെ പേടിച്ചിങ്ങനെ പിന്മാറാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ഞാൻ വിവാഹം കഴിച്ചിരിക്കും, മനു ഉറക്കെ പറഞ്ഞു. സ്റ്റാൻലി പെട്ടെന്ന് തന്നെ അരയിൽ നിന്നും ആ തോക്കങ്ങെടുത്ത് മനുവിൻ്റെ നെഞ്ചിലേക്ക് അങ്ങ് ചൂണ്ടി. നീ ഇവളെ കൊണ്ടുപോകുമോടാ? ഈ നിമിഷം നിന്റെ നെഞ്ചിലേക്ക് ഞാൻ ഈ ഒരു വെടി അങ്ങ് വെക്കും. പെട്ടെന്ന് തന്നെ അലീന ഓടി വന്ന് തോക്കിന് മുന്നിൽ അങ്ങ് കയറി നിന്നു. ആ കൈകൾ അവളങ്ങ് പിടിച്ചു മാറ്റി. പപ്പ പ്ലീസ്, ഞാൻ 22 വർഷം അനാഥയായി ജീവിച്ചപ്പോൾ നിങ്ങൾ ആരും എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയോ? ഇല്ലല്ലോ. അന്ന് എന്നെ ചേർത്ത് പിടിച്ച മനുഷ്യനായി മനുവേട്ടൻ. എനിക്കൊരു വിവാഹ ജീവിതമുണ്ടെങ്കിൽ തന്നെ അത് ഈ മനുവേട്ടൻ്റെ കൂടെ മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ. ഇതൊരിക്കലും എൻ്റെ അഹങ്കാരമായി കാണരുത് പപ്പ. എന്നെ എത്രയും സ്നേഹിച്ച ഈ മനുഷ്യനോടുള്ള എൻ്റെ വാക്കായത്. അലീനയുടെ ആ ധീരത കണ്ട് സ്റ്റാൻലി ഒന്ന് നടുങ്ങി. അവനിൽ പഴയ വൈജയന്തിയുടെ മുഖം അങ്ങ് മിന്നി മറഞ്ഞു. അവൻ അതോടുകൂടെ തോക്കങ്ങ് താഴ്ത്തിയിട്ടു. ശരി, നിനക്ക് ഇവളെ വേണമെങ്കിൽ ഞാൻ തരാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. നിന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് എന്നോട് പെണ്ണ് ചോദിക്കണം. നിന്റെ അമ്മ കമല ഒരിക്കലും സത്യങ്ങൾ അറിഞ്ഞാൽ അതിന് തയ്യാറാവില്ല എന്ന് എനിക്കറിയാം. എങ്കിലും അവൾ വന്ന് ചോദിച്ചാൽ മാത്രമേ ഞാൻ ഇവളെ നിനക്ക് തരത്തുള്ളൂ. മനുവിന്റെ നിർബന്ധപ്രകാരം ഗംഗാധര മേനോനും ശിവനും ചേർന്ന് കൂട്ടത്തിൽ സ്റ്റാൻലിയെ കാണാൻ വേണ്ടി കുളത്തുപുഴയിലേക്ക് പോയി. അലീന സന്തോഷത്തോടു കൂടി ഓടി വന്നുവെങ്കിലും സ്റ്റാൻലിയുടെ മുഖം കറുത്തിരുന്നു. എൻ്റെ ജീവിതം തരിപ്പണമാക്കിയവരാ നിങ്ങൾ. എന്നിട്ടിപ്പോൾ മകളെ പെണ്ണ് ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുവാണോ? സത്യം പറയാലോ, ഈ അലീനയുടെയും മനുവിൻ്റെയും പിടിവാശി കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. പക്ഷേ കമല ഇവിടെ വരണം. കമല വന്ന് എൻ്റെ കാൽ തൊട്ട് ഇവളെ ചോദിച്ചാൽ മാത്രമേ എൻ്റെ മകളെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുള്ളൂ എന്ന് സ്റ്റാൻലി തീർത്തും പറഞ്ഞു. നിരാശയോടുകൂടി അവർ തിരികെ വീട്ടിലേക്കെത്താണ്. വീട്ടിലേക്കെത്തിയപാടെ കമല ബഹളം വെക്കാൻ തുടങ്ങി. എൻ്റെ മകനെ കൊണ്ട് എവിടെയോ കിടക്കുന്ന ആ വേലക്കാരെ ഞാൻ ഒരിക്കലും വിവാഹം കഴിപ്പിക്കില്ല. അവൾക്കിപ്പോൾ കൊട്ടാരമുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. അവൾ വേലക്കാരിയല്ലേ? വേലക്കാരി എന്നും വേലക്കാരി തന്നെയായിരിക്കും. കമല എന്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നറിയാതെ അവരാകെ കുഴങ്ങി നിൽക്കുകയാണ്. അലീന വൈജയന്തിയുടെ മകളാണെന്ന സത്യം കമല അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട് പുകയുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവർ മുത്തശ്ശിയുടെ മുറിയിലേക്ക് കയറി വാതിലടച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഹരി കമലയുടെ അടുത്തേക്ക് വന്നത്. അമ്മേ, അവരെന്തോ വലിയ രഹസ്യം മുറിക്കുന്നുണ്ട്. ഞാൻ അമ്മയുടെ ഫോണിൽ റെക്കോർഡ് ഓണാക്കി മുത്തശ്ശിയുടെ മുറിയിൽ വെച്ചിട്ടുണ്ട്. അവരെന്താ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. കമലയുടെ കണ്ണുകൾ തിളങ്ങി. മുറിയിൽ ഗംഗാധര മേനോനും ശിവനും മുത്തശ്ശിയും തമ്മിലുള്ള ആ ഒരു സംസാരം ചൂടുപിടിക്കുന്നുണ്ടായിരുന്നു. അമ്മേ, ആ കമല ഇതൊന്നും തന്നെ അറിയിക്കാൻ പറ്റില്ല. അലീന വൈജയന്തിയുടെ സ്റ്റാൻലി ജോസഫിൻ്റെയും മകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് അവളങ്ങ് കുളം തോണ്ടും. കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവകാശിയാണവൾ. പക്ഷേ കമല ഈ രഹസ്യം വൈജയന്തിയുടെ കാലത്ത് എത്തിക്കും. അതോടുകൂടെ വൈജയന്തിയും ബാലചന്ദ്രനും തമ്മിലുള്ള ആ ഒരു ബന്ധമങ്ങ് തകരും. മനുവിനോട് ആ അലീനയെ മറക്കാൻ പറയുകയേ ഇനി നിവൃത്തിയുള്ളൂ. കുറച്ചു കഴിഞ്ഞ് വാതിൽ തുറന്ന് ഗംഗാധരൻ പുറത്തേക്ക് പോയ തക്ക നോക്കി കമല പതിയെ അകത്ത് കയറിയിട്ട് ഫോൺ എടുത്ത് സ്വന്തം മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തി വാതിലടച്ചതിന് ശേഷം കമല ആ ഒരു റെക്കോർഡങ്ങ് പ്ലേ ചെയ്തു. ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും അവളുടെ നെഞ്ചിടിപ്പിങ്ങനെ കൂടുന്നുണ്ടായിരുന്നു. അലീന വൈജയന്തിന്റെ മകളാണോ? ആ വേലക്കാരി സ്റ്റാൻലി ജോസഫിന്റെ സ്വന്തം ചോരയാണോ? അതും കോടിക്കണക്കിന് സ്വത്തുക്കളുടെ ഏകാവകാശി. കമലക്ക് സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും കാലം താൻ പുച്ഛിച്ചു തള്ളിയ വീട്ടുജോലിക്കാരിയാണ് മുദ്ര കുത്തിയിരിക്കുന്നത്. ആ വലിയ തറവാടിന്റെ ആ കോടീശ്വരിയാണ് അവൾ. ആ വലിയ കോടീശ്വരിയുടെ കോടികളുടെ സ്വത്തിന്റെ അവകാശിയാണെന്നൊക്കെ കേട്ടപ്പോൾ അവളുടെ തല കറങ്ങുന്നത് പോലെ തോന്നി. സ്വത്തിനോടുള്ള ആർത്തിയും ഒപ്പം അല്പം വലിയൊരു സത്യം തന്നിൽ നിന്നും മറച്ചു വെച്ചതിന്റെ ദേഷ്യം അവളിൽ ഇങ്ങനെ നിറഞ്ഞു പൊങ്ങി. അവൾ നേരെ ശിവശങ്കരന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. കാലി തുള്ളി നിൽക്കുന്ന കമലയെ കണ്ട് ശിവശങ്കരനൊന്ന് പകുതറി. ഞാൻ നടന്നതൊക്കെ സത്യമാണോ മനുഷ്യ? അലീന ആ വൈജയന്തിയുടെ സ്വന്തം മകളാണോ? ഇത്രയും വലിയൊരു സത്യം നിങ്ങൾ എല്ലാവരും കൂടി എന്നിൽ നിന്നും മറച്ചു വെച്ചുവല്ലേ? കമലമ്മയുടെ ശബ്ദമുയർന്നു. ഇത് കേട്ട് ശിവശങ്കരൻ അങ്ങ് ഞെട്ടിപ്പോയി. എല്ലാ സത്യങ്ങളും കമല അറിഞ്ഞിരിക്കുന്നു. ഇനി ഈ വീട്ടിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് അയാളുടെ നെഞ്ചൊന്ന് കാളി. കമലെ, തൽക്കാലം നീ ഒച്ച വെക്കാതിരിക്ക്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ ഈ വിഷയം ആരോടും പറയാൻ പാടില്ല. ശിവശങ്കരൻ അവളെ തടയാൻ ശ്രമിച്ചു. എങ്ങനെ പറയാതിരിക്കൂ ശിവേട്ട? ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് നിങ്ങൾ ആരും എന്നോട് ഇത് പറഞ്ഞോ? ഇല്ലല്ലോ. ഈ വിവരം ആ വൈജയന്തി അറിഞ്ഞാൽ എന്താവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് അവൻ അലറി. നീ ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഈ കുടുംബം നശിപ്പിക്കും. വൈജയന്തിക്ക് ഇതൊന്നും അറിയത്തില്ല. അവൾ ഇതൊക്കെ അറിഞ്ഞാൽ ഒരു ഭൂകമ്പം എന്തായിരിക്കുമെന്ന് നിനക്കറിയാവുന്നതല്ലേ? ശിവേട്ടൻ ഒരു വിധത്തിൽ കമലയമ്മയെങ്ങി പിടിച്ചു നിർത്തി. പക്ഷേ കമലയുടെ കണ്ണിൽ അപ്പോൾ ഒരു ഗൂഢമായ ചിരി വിരിയുന്നുണ്ടായിരുന്നു. മനുവിന് ആ കോടീശ്വരിയെ തന്നെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന്. ഒപ്പം ഈ സത്യം വൈജയന്തിയെ അറിയിച്ച് അവരെ തകർക്കുകയും വേണം. ഒരു പുതിയ കളിക്കുള്ള
ചരടുകൾ കമലമ്മയുടെ മനസ്സിലിങ്ങനെ രൂപപ്പെടുന്നുണ്ടായിരുന്നു. ആ വലിയ തറവാടിന്റെ അടിത്തറ തോണ്ടാൻ പോകുന്ന ആ ഒരു കൊടുങ്കാറ്റിന്റെ തുടക്കം മാത്രമായിരുന്നു അത്. അങ്ങനെ മഴതോരും മുൻപേ ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡാട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.